2000 വർഷങ്ങൾക്ക് മുമ്പ് ഒലുമലയുടെ താഴ്വരയിൽ ഒരു ദിവസം 12 ശിഷ്യന്മാർ യേശു കർത്താവിനോട് ഈ പ്രകാരം പറയുകയുണ്ടായി, ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ചില പ്രാർത്ഥനകൾ വളരെ ലെങ്തിയാണ്, പക്ഷേ ഈ പ്രാർത്ഥന വളരെ ഷോർട്ടാണ്. പക്ഷേ ആ ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ഇതുപോലെ മാനവജാതികൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വേറൊരു പ്രാർത്ഥന ഉണ്ടോ എന്ന് സംശയമാണ്. നിങ്ങളുടെ അതേ പ്രാർത്ഥനയുടെ നീളം നോക്കിയല്ല ദൈവം നിങ്ങൾക്ക് മറുപടി നൽകുന്നത്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലൂടെ വരുന്ന വൊക്കാബുലറി, കട്ടിയായ പദങ്ങൾ കേട്ടിട്ട് ഞാനത് കേട്ട് രോമാഞ്ചമണിഞ്ഞു പോയി എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. നിങ്ങളുടെ വലിയ പ്രാസമല്ല ദൈവത്തെ രോമാഞ്ചമാക്കുന്നത്, പകരം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയാണ് എങ്കിൽ, നിങ്ങളുടെ ആധാരം നോക്കിയല്ല നിങ്ങളുടെ ഹൃദയം നോക്കിയാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. ഇസ്മായിൽ എന്ന് പറയുന്ന അനാഥക്കുട്ടി രാവിലെ അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടു, ഉച്ചയ്ക്ക് ശേഷം അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഗ്രാമർ നോക്കിയാണോ ആ കുട്ടി നിലവിളിച്ചത് എനിക്കറിയത്തില്ല, പ്രാസം നോക്കിയാണോ നിങ്ങൾ കരഞ്ഞത് നിലവിളിച്ചത് എനിക്കറിയത്തില്ല. പക്ഷേ തിരുവചനം പറയുന്നു, നിലവിളിക്കായി ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആ ബാലൻ ചെറിയ നിലവിളിക്ക് കിലോമീറ്റർ ആഴത്തിൽ കിടന്ന വെള്ളത്തെ ദൈവം ആ മരുഭൂമിയുടെ ഉപരിതലത്തിൽ കൊണ്ടുവന്നു എങ്കിൽ ആരോ നിലവിളിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഏതോ ഉറവുകൾ, ഏതോ മറുപടികൾ ദൈവകൃപയാൽ നിങ്ങൾക്കായി തുറക്കുന്നുണ്ട്.